Hey, hello, this is Suraj here. You're watching me on Carnival Media. ഇന്ന് കാർണിവൽ മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന രണ്ട് അടിപൊളി ഗസ്റ്റുകളാണ്, ഒരു അമ്മയും ഒരു പ്രിൻസസും. യെസ്, ഹിയർ വി ജോയിനിങ് വിത്ത് സാബിയ ആൻഡ് സിയ. പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയി നിർത്തിയേക്കുക. ഞങ്ങളെ കളിമട്ടം അവർക്ക് കണ്ടപ്പോ അവർക്ക് ഏകദേശം പിടിയിട്ടാണ്. ഇവനെ ഞാൻ വിളിച്ചു വരുത്തി. ഇവൻ വന്നപ്പോ അവനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ട്രാൻസ് ആണെന്നൊക്കെ അവനെ സംസാരിച്ചേ. അങ്ങനെ അവന്റെ കെയർ ഓഫിലാണ് ആരോ വിളിച്ചിട്ട് ഈ സിസിലി എന്ന് പറയുന്ന ആളെ ബന്ധപ്പെടുന്നത്. അങ്ങനെ ആള് വന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ സിസിലി ജോർജ് എന്ന് പറയുന്ന ആള് വന്നു. കോഴിക്കോട് തന്നെയുള്ള ഒരു ട്രാൻസ്ഫോർണാണ്. അപ്പൊ ആള് വന്നു, ആ സാറായിട്ട് സംസാരിച്ചു. എന്തോ ഭാഗ്യത്തിന് ഞങ്ങക്ക് അന്ന് പിഴയൊക്കെ ഒഴിവാക്കി തന്നു അന്ന് സാറ്. അങ്ങനെയാണ് ഈ ഫസ്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമറായിട്ട് ഞാൻ സംസാരിക്കുന്നതും ബന്ധപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ആളാണ് അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ട്രാൻസിന് വേണ്ടിട്ട് ഷെൽട്ടർ ഹോം ഉണ്ട് കാലിക്കട്ട്, അത് ഈ ആളാ നടത്തുന്നത്. ആളൊരു പുനർജനി കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു CBO ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോർജ് എന്ന് പറയുന്ന ആള്. അപ്പം ആളുടെ ഇതിൽ അന്ന് ഷെൽട്ടർ ഹോം ഉണ്ട്. അപ്പം അവിടെ 3 മാസം നിൽക്കാൻ നിങ്ങൾക്ക് അതിനുശേഷം എന്തെങ്കിലും സ്വയം തൊഴിലോ ജോലിയോ എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാന്നുള്ളൊരു രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു. എന്നാ തൽക്കാലം അങ്ങോട്ട് വന്ന് നിൽക്കുന്നോളാൻ പറഞ്ഞു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്തത് ആ മാസം തന്നെയായിരുന്നു. അപ്പോ അധികം ആളൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട് ആ ഷെൽട്ടർ ഹോമിൽ ആദ്യത്തെ അന്തേവാസികളായിട്ട് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. ഇവനില്ല, ഇവനന്ന് വീട്ടില് സീനൊന്നുമില്ല, വീട്ടില് പ്രശ്നമൊന്നുമില്ല, ഇവന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ സമയത്തെ വീട്ടില് ഭയങ്കര പ്രശ്നമാണ്. എന്നെ മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് തന്നെ എന്നെ ഡാൻസ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അന്നേ ഭയങ്കര വെറുപ്പുള്ളത് കൊണ്ട് തന്നെ എന്നെ അങ്ങനത്തെ കാര്യത്തിലൊന്നും എടുത്തില്ല. എനിക്കാണ് അതിന് പോയേ പറ്റും. അങ്ങനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, അല്ലാതെ ട്രാൻസ് ആവാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ചിന്തയില്ല. അതിനുശേഷം പിന്നെ വീട്ടിൽ പോവാതായി. ഞാൻ അതിന് മുന്നേ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നില്ല. ഈ ഡാൻസിന് വിടാത്ത ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഷെൽട്ടർ ഹോമിൽ വന്നു. ഷെൽട്ടർ ഹോമിൽ വന്നപ്പം ഞങ്ങളാണ് ആദ്യത്തെ അന്തേവാസികൾ ആയിട്ട് വന്നതാണ്. അതിനുശേഷം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ട്രാൻസ്ഫോമേഴ്സ് വരും. ഈ കോഴിക്കോടുള്ള കുറെ, അങ്ങനെയാണ് എന്റെ ഇപ്പത്തെ മമ്മി ദീപാറാണി, സഞ്ജനയൊക്കെ ഞാൻ അങ്ങനെ അവിടുന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഷെൽട്ടർ ഹോമിൽ വരുമായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. അല്ല, അന്ന് ആളുടെ സ്റ്റാർട്ടിങ് പീരീഡ് എന്ന് വെച്ചാല് സർജറി ഒക്കെ ചെയ്തു. അന്ന് സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത്. പക്ഷെ ഇപ്പം ഭയങ്കര കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്ത ആള് ഭയങ്കര സുന്ദരിയാണ്. പക്ഷെ അവർ പഴയ ലുക്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ കണ്ടു, സംസാരിച്ചു. അന്നേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അന്നേ ഇച്ചിരി എന്താ പറയാ വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങിലൊക്കെ ഇച്ചിരി തലയുള്ളത് കൊണ്ട് ഈ അവര് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ വരുമ്പോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ അന്ന് അവര് ഈ രജുരജിമാരുടെ ഒരു സംഘടനയുണ്ട്, ദ്വയ എന്ന് പറയുന്നത്. ദ്വയയിലൊക്കെ അങ്ങനത്തെ ഉള്ള ആൾക്കാരായിരുന്നു അന്ന്. ഈ ദ്വയ അന്ന് ഈ ഫ്ലഡ് അതുപോലെ തന്നെ ഈ കൊറോണ ഒക്കെ വന്ന ഒരു സമയത്താണ്. അപ്പൊ ഈ കൊറോണയുടെ സമയത്താണ് കൂടുതലും ഷെൽട്ടർ ഹോമില് ഞാൻ കുടുങ്ങിപ്പോയത്. ഈ 3 മാസം നിൽക്കുക എന്നുള്ളത് 5 മാസം വരെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട് ഈ കൊറോണ കാരണം. അങ്ങനെ ഈ കൊറോണ കാലത്ത് ഈ ദ്വയ ഒരുപാട് പരിപാടികളൊക്കെ നടത്തുമായിരുന്നു ട്രാൻസ്ഫോമേഴ്സിന്. അതിനകത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓൺലൈനിലായിട്ട് കലോത്സവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രച്ഛന്നവേഷം, ഈ സിനിമാറ്റിക് ഡാൻസസ്, അങ്ങനത്തെ ഡാൻസ് ഒക്കെ എടുക്കാനും ഈ പഴയ ഓൾഡ് കാലത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പാട്ടുകൾക്കൊക്കെ അവര് ഇതൊക്കെ അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഞാൻ അത് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്, എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുന്നതൊക്കെ കോമ്പറ്റീഷന് ഇവര് വരുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഭയങ്കര സഞ്ജനൊക്കെ ആയാലും അന്ന് അവർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെയായിരുന്നു പ്രൈസ്. ഞാൻ എടുക്കുന്ന വീഡിയോക്കും ഇതിനൊക്കെ തന്നെയായിരുന്നു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഇറങ്ങുന്ന ഒരു 5 മാസമൊക്കെ ആയി. 3 മാസം അവിടെ നിൽക്കേണ്ട സമയം 5 മാസമായ സമയത്ത് ഷെൽട്ടർ ഹോമിൽ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ സമയത്ത് അതിന് മുന്നേ തന്നെ എൻ്റെ അടുത്ത് ഈ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിനക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് എന്നോട് 1-2 കണ്ടീഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. മോളായിട്ട് ഞാൻ നോക്കിക്കോളാം, നിന്നെ എന്റെ സ്വന്തം മോളായിട്ട് ഞാൻ നോക്കിക്കോളാം. അന്ന് ഈ സെക്സ് വർക്കറാണല്ലോ ട്രാൻസിന് ഏറ്റവും കൂടുതൽ വേറെ
വേറെ ജോലി ഇല്ല, കിട്ടില്ല. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നിന്നെ മോളായിട്ട് നോക്കിക്കോളാം, പക്ഷെ സെക്സ് വർക്കിന് പോവാന്നുള്ള ഒരു ചിന്ത വായിച്ചിട്ട് മാത്രം മോൾ എന്റെ അടുത്ത് വരരുത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത്. എനിക്ക് ഞാൻ ആ ഒരു സമയത്ത് ഒരു 5 മാസം ഷെൽട്ടർ ഹോമിൽ നിന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ എന്താണ് ട്രാൻസ് എന്ന് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പീരീഡ് ആണ് ആ ഒരു 5 മാസം. അവിടെ ഈ സെക്സ് വർക്കിന് പോകുന്നവരും പോകാത്തവരുമായിട്ടുള്ള പലരും അവിടെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അവരനുഭവിക്കുന്ന അനുഭവങ്ങള് രാത്രി ഇപ്പം വലിയ സുഖമുള്ള പരിപാടിയല്ല ഈ സെക്സ് വർക്ക് എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കും എന്താ ഇത്ര സമയം കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, സുഖമുള്ള പരിപാടിയില്ലെന്നാണ് പലരുടെയും ചിന്ത. പക്ഷെ അങ്ങനെയല്ല, അവര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഓരോരുത്തർ പറഞ്ഞ് കരയുന്ന. അതായത് ഇപ്പം എന്റെ മമ്മി എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പല കാര്യങ്ങളും. ഈ രാത്രി തണുപ്പാണെങ്കിൽ തണുപ്പ്, ചൂടാണെങ്കിൽ ചൂട്, ഇതൊക്കെ നിന്നിട്ട് മഴയാണെങ്കിൽ മഴ, ഇതൊക്കെ കൊണ്ടിട്ടാണ് അവരവിടെ നിന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം വിറ്റ് അവിടെ നിൽക്കുന്നത്. അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഈ ഒരു 5 മാസം ഷെൽട്ടർ റൂമിൽ നിൽക്കുന്നത്. അപ്പൊ എന്റെ മനസ്സില് ദൈവമേ ആ ഒരു തൊഴിലിൽ എന്നെ ഇറക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു അന്നേ ഉണ്ടായിരുന്നത്. ഇവരെന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതിന് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് അതിന് നമ്മൾ പണം സമ്പാദിച്ച് നമ്മൾ അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അത് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നേ എന്റെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ദൈവമേ എന്നെ ആ ഒരു വഴിയിലോട്ട് കൊണ്ടുപോകല്ലേ, വേറെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, പക്ഷെ എന്നെ ആ ഒരു വഴിയിലോട്ട് ഇറക്കല്ലേ. എന്തോ ദൈവാധീനം അതും. അപ്പം എനിക്ക് അത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷമായി. സെക്സ് വർക്കിൽ ഇറങ്ങേണ്ട, എന്നെ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു, എന്റെ ചെലവ് നോക്കിക്കോളാം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം, പക്ഷെ ഞാൻ ആ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ആ തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കാരണം എനിക്ക് വേറെ ജോലിയില്ല. ഞാൻ വേറെ ജോലിക്ക് പോവുകയാണെങ്കിൽ എനിക്കിപ്പോ നിന്നെ നോക്കാനും പറ്റത്തില്ല, ഏറ്റെടുക്കാനും പറ്റത്തില്ല. ഞാൻ ഇപ്പം സെക്സ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നീ നോക്കണ്ട, ഞാൻ നിന്റെ ചെലവെല്ലാം നോക്കും. നിനക്ക് പക്ഷെ അതിന് പോകാനും എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇനി നിനക്ക് അതുപോലെ സെക്സ് വർക്ക് ചെയ്തിട്ടാണ് ജീവിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ മോള് തൽക്കാലം എന്നെ മറന്നേക്കണം, എന്റെ കൂടെ വരും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങേണ്ട സമയം വന്ന സമയത്ത് ഞാൻ ആളെ വിളിച്ചു. ആളെന്നെ എന്നെ ഓട്ടോ വിട്ടു. ആള് ഒരു സ്ഥിരം ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ആ ഓട്ടോ ഡ്രൈവറെ വിട്ടു, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. ദൈവം സഹായിച്ച് ഇന്നേ വരെ എനിക്ക് ആ ഒരു തൊഴിലിൽ ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്റെ കൂടെ ഒരു അമ്മ, എന്റെ ഉമ്മ കഴിഞ്ഞാലും പിന്നെ എനിക്കൊരു മധുരം എന്നുള്ളത് പോലെ തന്നെ അന്നോട്ട് ഇന്ന് വരെ ഒരു മോളായിട്ട് നോക്കിയതും ഇപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു അമ്മ മകൾക്ക് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഒരാളാണ് എന്റെ കമ്മ്യൂണിറ്റി. അന്ന് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര സംസാരം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഇപ്പം ഈ അമ്മ മക്കൾ എന്നുള്ള ബന്ധം പല ദുരുപയോഗം ചെയ്യുന്ന ആളുകളും ഉണ്ട്. മക്കളിൽ നിന്നും റീത്തിട്ടിട്ട് സെക്സ് വർക്കിന് കൊണ്ട് പല സ്ഥലങ്ങളിലും നിർത്തിയിട്ട് അവരെ കയ്യിൽ കമ്മീഷൻ മേടിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട് കമ്മ്യൂണിറ്റിക്കിടയില്. അപ്പം കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ചർച്ചയായിരുന്നു. ദീപാറാണി ഒരു മോളെ ദത്തെടുത്ത് നോക്കുന്നത് ഇങ്ങനെയാണ്, സെക്സ് വർക്കിനൊന്നും വിടാതെ കാക്കയ്ക്കും പൂച്ചക്കും കൊടുക്കാതെ അങ്ങനെ പോറ്റുന്ന ഒരു മോൾ എന്നുള്ളൊരു ലെവലിലും ഞാൻ ആദ്യം കമ്മ്യൂണിറ്റിക്കിടയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ഉള്ളതുകൊണ്ടും കയ്യിൽ ഡാൻസർ ആയതുകൊണ്ട് ആ ഒരു രീതിയിലും അങ്ങനെ വളർന്നു വന്നൊരു ആളാണ്. പക്ഷെ ദൈവം സഹായിച്ച് ഇന്നേ വരെ എനിക്ക് ആ ഒരു തൊഴിലിന് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രം വന്നിട്ടില്ല. ഇപ്പൊ ദീപാറാണി നിങ്ങൾ സംസാരിച്ചു കുമ്പടി, നിങ്ങളുടെ റീൽസ് ഒക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇവളാണെങ്കിലും നിങ്ങൾ ഭയങ്കര ഫണ്ണായിട്ട് ചെയ്യുന്നത്, 3 പേരും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ആരുടെ ഐഡിയകളൊക്കെ ആരുടെയാ? ഇപ്പം ഞാനായാലും മമ്മിയായാലും ഞങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാ പറയാം. അപ്പം ഒരു കണ്ടന്റ് ഇപ്പം എങ്ങനെയാ വെച്ചാൽ നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും നമ്മൾ വീഡിയോ കണ്ടിട്ടായാലും അതിലിപ്പം ഞങ്ങൾ സംസാരിക്കും, അതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ മമ്മി കുറെ സജഷൻ പറയും, ഞാനും പറയും. അതിൽ നേരെ നല്ല നോക്കിയിട്ട് നമ്മൾ അങ്ങ് ചെയ്യും. അങ്ങനെയാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. ഒരു ദിവസം ഒരു ദിവസം ഇല്ല, കുറെ ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ചായ കുടിക്കുകയാണെങ്കിൽ വീട്ടിൽ എന്താണ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് തോന്നും ഒരു വീഡിയോ എടുക്കാം. അപ്പൊ എന്താ കണ്ടത് അന്നേരം നോക്കുക, ആ ഒരു അരമണിക്കൂർ അതിനുള്ളിൽ വീഡിയോ എടുപ്പും കഴിയും, എഡിറ്റിംഗ് എല്ലാം ആ സമയത്തിനുള്ളിൽ കഴിയും. പിന്നെ മടി ഇച്ചിരി കൂടുതലുള്ള പെട്ടതാണ് ഞാനും മമ്മിയൊക്കെ. ആ വീഡിയോ എടുക്കുമ്പോഴേ ഉള്ളൂ, അത് പിന്നെ എടുത്തില്ലെങ്കിൽ പിന്നെ മടിച്ച് അങ്ങനെ ഇപ്പൊ പറഞ്ഞ ഒരുപാട് ട്രാൻസ്മെന്റ്സിന് ആ ചെറിയ പദത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു ട്രാൻസ്ജെൻഡർ ഒരു ആഗ്രഹം വരില്ലോ ഒരാളെ കാണുമ്പോ, ഓ നല്ല ഭംഗിയുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു പുരുഷൻ ഇങ്ങനെയൊക്കെ ആവാല്ലേ, അങ്ങനെ തോന്നിയത് ഒന്നും മമ്മി. അന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടാണ് ഇത്രയും ഭംഗിയായത്. പക്ഷെ അതിന് മുന്നേ ആള് നല്ല ഭംഗിയായിരുന്നു. അന്ന് തട്ടൊക്കെ ഇട്ടിട്ടാ, അന്ന് തട്ടൊക്കെ ഇട്ടിട്ടാ, അന്നും നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കോഴിക്കോടുള്ള ഒരു ഉത്തര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർ
ഇവര് രണ്ടുപേരെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവര് രണ്ടുപേരുടെ സൗന്ദര്യം കണ്ടിട്ടാണ് എനിക്ക് ദൈവമേ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നത് അവരൊക്കെ കണ്ടതിന് ശേഷം. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ എങ്ങനെയാ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ അവരാണ് മമ്മീനെയാണ് ഇവിടെ റിനയില് വന്നിട്ട് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ഒരു പരിധി വരെ എടുത്തില്ലെങ്കിൽ പിന്നെ ബോഡിക്ക് പ്രശ്നം വരും, പിന്നെ ഒരു അല്ല അത് രണ്ടായാലും ബുദ്ധിമുട്ടാ. നമ്മൾ ഒരു പീരീഡ് വരെ ഹോർമോൺ എടുത്തു കഴിഞ്ഞാല് എടുക്കുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമുക്ക് ക്ഷീണം, ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്ക് ഒന്നിനോടൊരു ഇൻട്രസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല എന്റെ ഡാൻസ് ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്ഷീണത്തിന്റെ കാര്യം. ഇപ്പം അന്ന് ഭരതനാട്യമൊക്കെ ഒരു 10 മിനിറ്റ് വരണമൊന്നും കളിക്കാൻ പറ്റത്തില്ല. ഒരു സെക്കൻഡ് ചെയ്തിയൊക്കെ കഴിയുമ്പോൾ തന്നെ കുഴയും, നമ്മുടെ ശരീരം കാലൊക്കെ ഭയങ്കര പെയിന് നല്ല ഫീൽ ചെയ്യും.